ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 29/12/1989. മുരളി ഡേറ്റ് 23/1/2022. മുരളിയുടെ ഹെഡിങ് പഠായി കാ സാർ ആന ഓർ ജാന. പഠിപ്പിൻ്റെ സാരമാണ് വരുക പോവുക. ആജ് മുരളീധർ ബാപ്പ് अपने മാസ്റ്റർ മുരളീധർ ബച്ചോं को देख रहे हैं. ഇന്ന് മുരളീധരനായ ബാബ തൻ്റെ മാസ്റ്റർ മുരളീധരന്മാരായ മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സബി ബച്ചെ മുരളി ഓർ മിലൻ കെ ഛാത്രക്ക്. എല്ലാ കുട്ടികളും മുരളിയുടെയും അതായത് ബാബയുടെ മഹാവാക്യത്തിൻ്റെയും അതുപോലെ തന്നെ ബാബയോടൊപ്പം മിലനം നടത്തുന്നതിൻ്റെയും വേഴാമ്പലുകളാണ്. ऐसे छात्रक सिवाय ब्राह्मण आत्माओं के और कोई हो नहीं सकता. അത്തരത്തിലുള്ള ഛാത്രക്ക് അതായത് വേഴാമ്പൽമാരായിരിക്കുന്നത് കേവലം ബ്രാഹ്മണ ആത്മാക്കളല്ലാതെ മറ്റാർക്കും തന്നെ കഴിയുകയില്ല. ये ज्ञान मुरली और परमात्मा मिलन न्यारा और प्यारा है. ജ്ഞാനത്തിൻ്റെ മുരളിയും പരമാത്മാ മിലനവും വളരെയധികം വ്യത്യസ്തവും പ്രിയവുമാണ്. दुनिया की अनेक आत्माएं परमात्मा मिलन के प्यासी है, इंतजार में है. ഇന്ന് ലോകത്തിൽ അനേക ആത്മാക്കൾ പരമാത്മാ മിലനത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്, ആ ഒരു പ്രതീക്ഷയിലാണ്. लेकिन आप ब्राह्मण आत्माएं दुनिया के कोने में गुप्त रूप में अपने श्रेष्ठ भाग्य प्राप्त कर रही हो. എന്നാൽ താങ്കൾ ബ്രാഹ്മണ ആത്മാക്കൾ ലോകത്തിൻ്റെ ഓരോരോ മുക്കിലും മൂലയിലും ഗുപ്തരൂപത്തിൽ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. क्योंकि दिव्य बाप को जानने अथवा देखने के लिए दिव्य बुद्धि और दिव्य दृष्टि चाहिए. കാരണം ദിവ്യനായ ബാബയെ കാണുന്നതിനും അറിയുന്നതിനും ദിവ്യ ബുദ്ധിയും ദിവ്യ ദൃഷ്ടിയും ആവശ്യമാണ്. जो बाबा ने आप വിശേഷ ആത്മാക്കോ ദീ ഹെ. ഏതാണോ ബാബ നിങ്ങൾ വിശേഷ ആത്മാക്കൾക്ക് നൽകിയിരിക്കുന്നത്. इसलिए आप ब्राह्मण ही जान सकते और मिलन मना सकते हो. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമാണ് ബാബയെ തിരിച്ചറിയുവാനും അതുപോലെ ബാബയ്ക്കൊപ്പം മിലനം ആഘോഷിക്കുവാനും സാധിക്കുക. दुनिया वाले तो पुकारते रहते एक बूंद के प्यासे हम, और आप क्या कहते हो. ലോകത്തിലുള്ളവർ നിലവിളിക്കുകയാണ്, ഹേ ഭഗവാനെ അങ്ങയുടെ ഒരു തുള്ളിക്കായി നാം ദാഹിക്കുകയാണ് എന്ന്. എന്നാൽ ബാബ്ദാദ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾ എന്താണ് ഇപ്പോൾ പറയുക. ഹം വർഷയ്ക്ക് അധികാരി ഹെ. എന്താണ് ഇപ്പോൾ മക്കൾ പറയുന്നത്? ഞങ്ങൾ ബാബയുടെ സ്വത്തിൻ്റെ അധികാരികളാണ്. तो कितना अंतर है, कहाँ प्यासी और कहाँ अधिकारी. ഇപ്പോൾ ബാബ്ദാദ പറയണു, നോക്കൂ എത്രമാത്രം അന്തരമുണ്ട് ലോകത്തിലുള്ള ജനങ്ങൾക്കും ഭക്തർക്കും അതുപോലെ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്കിടയിൽ. അവർ ദാഹിക്കുന്നവരാണ്, നിങ്ങൾ അധികാരികളാണ്. അബി ബി സബി അധികാരി ബൻകർ അധികാർ സെ ആക്കർ പहुंचे हो. ഇപ്പോഴും നിങ്ങൾ എല്ലാവരും തന്നെ അധികാരികളായി അധികാരത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദിൽ മേ യെ നശാ ഹെ കി ഹം അപ്പനെ ബാപ് കെ ഘർ മേ അഥവാ അപ്പനെ ഘർ മേ ആയേ ഹെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ആ ഒരു ലഹരിയുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അഥവാ എൻ്റെ തന്നെ സ്വന്തം വീട്ടിലാണ് വന്നിരിക്കുന്നത്. ऐसे नहीं कहेंगे कि हम आश्रम में आए हैं. ഒരിക്കലും പറയാറില്ല നമ്മൾ ആശ്രമത്തിലേക്കാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പനെ ഘർ മേ ആയേ ഹെ ऐसे समझते हो ना. നമ്മുടെ വീട്ടിൽ അതായത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്നല്ലേ നിങ്ങൾ അനുഭവം ചെയ്യുന്നത്. അധികാർ കി നിശാനി ഹെ അപ്പനാപ്പൻ. അധികാരത്തിൻ്റെ അടയാളമാണ് സ്വന്തം എന്ന അനുഭവം, സ്വന്തമാണ് എന്ന തോന്നൽ. अपने बाप के पास आए हैं, अपने परिवार में आए हैं. സ്വന്തം അച്ഛൻ്റെ അരികിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്.
നമ്മൾ നമ്മുടെ പരിവാരത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. മെഹമാൻ ബൻകർ കെ നഹി ആത്തെ ലേക്കിൻ ബച്ചെ ആയെ ഹി അപ്നെ ഘർ മേ. അതിഥികളായിട്ടല്ല നിങ്ങൾ മധുബനത്തിൽ വരുന്നത്, എൻ്റെ കുട്ടികളായി സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ചാഹെ 4 दिन के लिए आते हो लेकिन समझते हो മധുബൻ अपने स्थान पर पहुँचे हैं. 4 ദിവസത്തേക്കായിരിക്കാം നിങ്ങൾ വന്നിട്ടുണ്ടാകുക. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? മധുബനം എൻ്റെ സ്ഥാനത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. തോ യേ ആന ഓർ ജാന. അപ്പോൾ ഇതെന്താണ്? വരികയും പോവുകയും. ആ ബ്രാഹ്മണോ की जो पढ़ाई है वह मुरलीधर की जो मुरली है उसका सार ये 2 शब्द ही है, ആന और ജാന. താങ്കൾ ബ്രാഹ്മണരുടെ എന്താണോ പഠിപ്പ്, അതായത് മുരളീധരൻ്റെ മുരളി മഹാവാക്യം, ഇതിൻ്റെ എസൻസ് അഥവാ സാരം തന്നെയാണ് ഈ 2 ശബ്ദങ്ങൾ, വരുക പോവുക. യാദ് കി യാത്ര കാ അഭ്യാസ് ക്യാ കർത്തേ ഹോ. ഓർമ്മയുടെ യാത്രയുടെ അഭ്യാസം നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? कर्मयोगी का अर्थ ही है मैं अशरीरी आत्मा शरीर के बंधन से न्यारी हूँ, कर्म करने के लिए कर्म में आती हूँ. കർമ്മയോഗി എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് ഞാൻ അശരീരി ആത്മ, ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വേറിട്ടവനാകുന്നു. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കർമ്മത്തിലേക്ക് വരും. और कर्म समाप्त कर कर्म संबंध से न्यारी हो जाती हूँ. കർമ്മം കഴിഞ്ഞതിന് ശേഷം കർമ്മസംബന്ധത്തിൽ നിന്നും ഞാൻ വേർപെടുന്നു. സംബന്ധമേ രഹത്തെ ബന്ധന്മേ നഹി രഹത്തെ. സംബന്ധത്തിലിരിക്കും എന്നാൽ ബന്ധനത്തിലല്ല. തോ യേ ക്യാ ഹുവ. അപ്പോൾ സത്യത്തിൽ ഇതെന്താണ്? കർമ്മ കേ ലിയേ ആന ഫിർ ന്യാരാ ഹോ ജാന. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി വരികയും പിന്നീട് കർമ്മം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും വേർപെടുകയും ചെയ്യുക. കർമ്മ കെ ബന്ധൻ വശ കർമ്മമേ നഹി ആത്തേ ഹോ. കർമ്മത്തിൻ്റെ ബന്ധനങ്ങൾക്ക് വശമായി കർമ്മത്തിൽ വരുന്നതല്ല. ലേക്കിൻ കർമ്മേന്ദ്രിയോं को अधीन कर अधिकार से कर्म करने के लिए कर्मयोगी बनते हो. എന്നാൽ കർമ്മേന്ദ്രിയങ്ങളെ അധീനമാക്കി നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അധികാരിയായി കർമ്മം ചെയ്യുന്നതിന് വേണ്ടി കർമ്മയോഗികളാകുന്നു. ഇന്ദ്രിയോं के कर्म के वशीभूत नहीं हो. ഇന്ദ്രിയങ്ങളുടെ കർമ്മത്തിൻ്റെ വശീഭൂതരല്ല, വശപ്പെട്ടിട്ടല്ല. कोई भी किसी के वश हो जाता तो वश ही ആത്മ മജ്ബൂർ हो जाती है. ആരുടെയെങ്കിലും വശപ്പെടുകയാണ്, ആരിലെങ്കിലും നമ്മൾ വശമാവുകയാണെങ്കിൽ, അടിമപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ ആത്മ നിർബന്ധിതനാകും. और मालिक बनने वाले आत्मा कभी किससे मजबूर नहीं होते. എന്നാൽ അധികാരികളായിരിക്കുന്ന ആത്മ ഒരിക്കലും ഒരു കാര്യത്തിലും നിർബന്ധിതരാവുകയില്ല. അപ്പനെ സ്വമാൻമേ മസ്ബൂത്ത് ഹോത്തി ഹെ. പകരം തൻ്റെ സ്വസ്ഥിതിയിൽ സ്വമാനത്തിൽ അവർ ഉറച്ചു നിൽക്കും, ശക്തിശാലിയായിരിക്കും. കൈ ബच्चे अभी भी कभी कभी किसी न किसी कर्मेंद्रन के वश हो जाते. ഇപ്പോഴും ചില കുട്ടികൾ ഇടയ്ക്കിടെ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശരാകാറുണ്ട്, അടിമപ്പെട്ടു പോകാറുണ്ട്. ഫിർ കേത്തെ ആജ് ആങ്കിനെ ധോക്കാ ദേ ദിയ. ബാബയോട് പറയും, ബാബ ഇന്നെൻ്റെ കണ്ണുകൾ ചതിച്ചു. ആജ് മുക്കനെ ധോക്കാ ദേ ദിയ. ഇന്നെൻ്റെ വായി ചതിച്ചു. ദൃഷ്ടീനെ ധോക്കാ ദേ ദിയ. ദൃഷ്ടി ഇന്ന് എന്നെ ചതിച്ചു. പരവശോന അർത്ഥാത് ധോക്കാ കാന. പരവശനാവുക അർത്ഥം മറ്റൊന്നിന് അടിമപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ചതിക്കപ്പെടുക. और धोखे की निशानी है दुख के अनुभूति होना. ചതിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് ദുഃഖിതനാവുക. और धोखा खाना चाहते नहीं है लेकिन ना चाहते हुए भी कर लेते, इसको ही कहा जाता वशीभूत होना. ചതിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കാറില്ല, എന്നാൽ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ചതിക്കപ്പെട്ടു പോകുന്നു, മറ്റുള്ളതിന് വശമായി പോകുന്നു എങ്കിൽ
ബാബ പറയാണ്, സത്യത്തിൽ ഇതാണ് അടിമപ്പെടുക, വശനായി മാറുക. दुनिया वाले कहते चक्कर में आ गए, चाहते भी नहीं थे लेकिन पता नहीं कैसे चक्कर में आ गए. ലോകത്തിലുള്ളവർ പറയാറില്ലേ, ഞാൻ പെട്ടുപോയതാണ്, ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല, ആഗ്രഹിച്ചതല്ല, പക്ഷെ അവരുടെ കുടുക്കിൽ ഞാൻ പെട്ടുപോയി. आप स्वदर्शन चक्रधारी आत्मा किसी धोखे के चक्कर में नहीं आ सकती. എന്നാൽ ബാബ്ദാദ പറയാണ്, സ്വദർശന ചക്രധാരികളായ നിങ്ങൾ ആത്മാക്കൾ ആരുടെയും ചതിക്കുഴിയിൽ പെടാൻ സാധ്യമല്ല. ക്യോങ്കി സ്വദർശൻ ചക്ര ആനേക്ക് ചക്കർ സെ ചുടാനെ വാലി ഹെ. കാരണം സ്വദർശന ചക്രം എന്നുള്ളത് അനേക തരത്തിലുള്ള ഈ ചക്രത്തിൽ നിന്നും, കുരുക്കുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു, മോചിപ്പിക്കുന്നു. ना सिर्फ अपने को लेकिन औरों को भी छुड़ाने के निमित्त बनता. കേവലം നിങ്ങളെ മാത്രമല്ല, മറ്റനേകരെ അത്തരത്തിലുള്ള ചതിക്കുഴിയിൽ നിന്നും അവരെ മുക്തരാക്കുന്നു. अनेक प्रकार के दुख के चक्रों से बचने के लिए सोचते हैं ये सृष्टि चक्र से निकल जाए. അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുടെ കുരുക്കിൽ പെടുമ്പോൾ മനുഷ്യർ ചിന്തിക്കാറുണ്ട്, അതായത് ഈ ലോകത്തിൻ്റെ ചക്രത്തിൽ നിന്നൊന്ന് മുക്തമായാൽ മതി. लेकिन सृष्टि चक्र के अंदर पार्ट बचाते हुए अनेक दुख के चक्रों से मुक्त हो जीवन मुक्त स्थिति को प्राप्त कर सकते हैं, ये कोई नहीं जानता. എന്നാൽ സൃഷ്ടി ചക്രത്തിൻ്റെ ഉള്ളിൽ പാർട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുടെ കുരുക്കുകളിൽ നിന്നും മുക്തനാവുകയും ജീവൻ മുക്ത സ്ഥിതിയെ നേടാൻ കഴിയുമെന്നുള്ളത് ആരും തന്നെ അറിയുന്നില്ല. आप चैलेंज करते हो कि हम आपको जीवन में मुक्ति डबल दिला सकते हैं, जीवन भी हो और मुक्ति भी हो, ऐसे चैलेंज की है ना. ബാബ്ദാദ പറയുകയാണ്, നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ കഴിയും, വെല്ലുവിളിക്കാൻ കഴിയും. ഏത് കാര്യത്തിൽ? ഞങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുക്തി ഡബിളായി നൽകാൻ കഴിയും. അതായത് ജീവിതത്തിൽ ഇരിക്കാനും മുക്തി നേടാനും കഴിയും. ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ? നശാ സെ കേതോ കി ജീവൻ മുക്ത് ആപ്കാ और हमारा ജന്മസിദ്ധ അധികാർ ഹെ. ലഹരിയോടുകൂടി നിങ്ങൾക്ക് പറയാൻ കഴിയും, ജീവൻ മുക്തി നിങ്ങളുടെയും ഞങ്ങളുടെയും ജന്മസിദ്ധ അവകാശമാണ്, അധികാരമാണ് എന്ന്. तो सुदर्शन चक्रधारी अर्थात दुख के चक्रों से मुक्त करने वाले और मुक्त करने वाले. तो सुदर्शन चक्रधारी अर्थात दुख के चक्रों से मुक्त रहने वाले और मुक्त करने वाले. അപ്പോൾ സുദർശന ചക്രധാരി അർത്ഥമാണ് ദുഃഖത്തിൻ്റെ കുരുക്കുകളിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്നവനും അതുപോലെ മറ്റുള്ളവരെയും മുക്തി ചെയ്യിപ്പിക്കുന്നവരുമാണ്. अच्छा वरदान. अव्यक्त पालना द्वारा शक्तिशाली बन लास्ट सो फास्ट जाने वाले फर्स्ट नंबर के अधिकारी भव. അവ്യക്ത പാലനയിലൂടെ ശക്തിശാലിയായി ലാസ്റ്റ് വന്നാലും ഫാസ്റ്റായി മുന്നോട്ട് പോകുന്ന ഫസ്റ്റ് നമ്പറിൻ്റെ അധികാരിയായി ഭവിക്കൂ. വിശദീകരണം. അവ്യക്ത पार्ट में आने वाली आत्माओं को पुरुषार्थ में तीव्र गति का भाग्य सहज मिला हुआ है. അവ്യക്ത പാർട്ടിൽ വന്നിരിക്കുന്ന ആത്മാക്കൾക്ക് പുരുഷാർത്ഥത്തിൽ തീവ്ര വേഗതയിൽ മുന്നേറാനുള്ള ഭാഗ്യം വളരെ സഹജമായി ലഭിച്ചിരിക്കുന്നു. ये അവ്യക്ത പാലന സഹജി ശക്തിശാലി ബനാനെ വാലി ഹെ. ഈ അവ്യക്ത പാലന വളരെ സഹജമായി തന്നെ ശക്തിശാലിയാക്കുന്നവയാണ്. इसलिए जो जितना आगे बढ़ना चाहे बढ़ सकते हो. അതുകൊണ്ട് ആരെത്രത്തോളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ഉന്നതിയെ നേടാൻ സാധിക്കും. इस समय लास्ट सो फास्ट और फास्ट सो फर्स्ट का वरदान प्राप्त. ഈ സമയം ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ് നേടാനുള്ള വരദാനം നേടിയിരിക്കുന്നു.
तो इस वरदान को कार्य में लगाओ. അതുകൊണ്ട് ഈ വരദാനത്തെ കാര്യത്തിൽ ഉപയോഗിക്കും. ലാസ്റ്റ് വന്നാലും ഫാസ്റ്റായി പോയി ഫസ്റ്റ് നേടാനുള്ള വരദാനമാണ് ഈ സമയത്തിനുള്ളത്. अर्थात समय प्रमाण वरदान को स्वरूप में लाओ. അതായത് സമയാനുസാരം വരദാനത്തെ സ്വരൂപത്തിൽ കൊണ്ടുവരും. जो मिला उसे यूज करो तो फर्स्ट नंबर में आने का अधिकार प्राप्त हो जाएगा. എന്താണോ ലഭിച്ചിരിക്കുന്നത് അതിനെ ഉപയോഗപ്രദമാക്കി ഫസ്റ്റ് നമ്പറിലേക്ക് വരാനുള്ള അധികാരം പ്രാപ്തമാക്കുക. സ്ലോഗൻ. स्वमान की सीट पर सेट रहो तो सर्व का मान स्वतः प्राप्त होगा. സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുക. അപ്പോൾ സർവരിൽ നിന്നും ആദരവ് അഥവാ ബഹുമാനം സ്വാഭാവികമായും പ്രാപ്തമാകും. 23-ാം ദിനം ലൗലീൻ സ്ഥിതിയുടെ അനുഭവത്തിനുള്ള ഇന്നത്തെ പോയിന്റ്. बाप से सच्चा प्यार है तो प्यार की निशानी है समान कर्मातीत बनो. ബാബയോട് സത്യമായ സ്നേഹമുണ്ട് എങ്കിൽ സ്നേഹത്തിൻ്റെ അടയാളമായി സമാനരും കർമാതീതരുമാവുക. കരാവൻ ഹാർ ഹോക്കർ കർമ്മ കരോ കരാവോ. ചെയ്യിപ്പിക്കുന്നവനായി കർമ്മം ചെയ്യുക, ചെയ്യിപ്പിക്കുക. കർമ്മേന്ദ്രിയ ആപ്സെ നഹി കരാവേ. കർമ്മേന്ദ്രിയങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ലേക്കിൻ ആപ് കർമ്മേന്ദ്രിയോं से कराओ. പകരം നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കണം. कभी भी मन बुद्धि व संस्कारों के वश होकर कोई भी कर्म नहीं करो. അതായത് ഒരിക്കലും മനസ്സും ബുദ്ധി അഥവാ സംസ്കാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു കർമ്മവും ചെയ്യരുത്. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.